ഹായ് വെൽക്കം ബാക്ക് ലിറ്ററേച്ചർ മിസ് BA BSc BCom ജനറൽ ഇംഗ്ലീഷ് BA ഇംഗ്ലീഷ് ലിറ്ററേച്ചർ ക്ലാസ്സുകൾക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. കേരള യൂണിവേഴ്സിറ്റി 2024 ഡിഗ്രി അഡ്മിഷൻ സംബന്ധിച്ചുള്ള ഏറ്റവും പുതിയ അപ്ഡേറ്റ് ആണ് ഈ വീഡിയോയിലൂടെ പറയുന്നത്. നമുക്കെല്ലാവർക്കും അറിയാം, ട്രയൽ അലോട്ട്മെൻറ്റ് ഇപ്പോൾ ഓൾറെഡി കേരള യൂണിവേഴ്സിറ്റി ഡിഗ്രിയുടെ പബ്ലിഷ് ചെയ്തിട്ടുണ്ട്. അതിനുശേഷം ഓപ്ഷൻസ് എഡിറ്റ് ചെയ്യാനും റീഅറേഞ്ച് ചെയ്യാനും ഒക്കെയുള്ള അവസരം യൂണിവേഴ്സിറ്റി പ്രൊവൈഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇനി യൂണിവേഴ്സിറ്റി ഫസ്റ്റ് അലോട്ട്മെൻ്റ് ആണ് പബ്ലിഷ് ചെയ്യാൻ വേണ്ടിയിട്ട് പോകുന്നത്. നമുക്ക് തന്നിട്ടുള്ള അഡ്മിഷൻ ഷെഡ്യൂളിൽ 13-ാം തീയതി, അതായത് ജൂൺ 13-ാം തീയതിയാണ് ഫസ്റ്റ് അലോട്ട്മെൻറ്റ് പബ്ലിഷ് ചെയ്യുന്ന തീയതിയായിട്ട് കൊടുത്തിട്ടുള്ളത്. ഒരു 6 മണിക്ക് മുൻപ് തന്നെ, വൈകിട്ട് 6 മണിക്ക് മുൻപ് തന്നെ ഫസ്റ്റ് അലോട്ട്മെൻറ്റ് പബ്ലിഷ് ചെയ്യുന്നതാണ്. ഫസ്റ്റ് അലോട്ട്മെൻറ്റ് പബ്ലിഷ് ചെയ്ത ശേഷം നമുക്ക് ഫീസ് പേ ചെയ്യേണ്ടതായിട്ടുണ്ട്. ജനറൽ കാൻഡിഡേറ്റ്സിന് 1850 രൂപയും SC ST കാൻഡിഡേറ്റ്സിന് 930 രൂപയുമാണ് ഫീസായിട്ട് അടയ്ക്കേണ്ടത്. അലോട്ട്മെൻറ്റ് ലഭിക്കുന്ന വിദ്യാർത്ഥികൾ മാത്രം ഫീസ് അടച്ചാൽ മതിയാകും. അലോട്ട്മെൻറ്റ് ലഭിക്കാത്ത വിദ്യാർത്ഥികൾ എന്തെങ്കിലും തരത്തിലുള്ള ചേഞ്ചസ് പ്രൊഫൈലിൽ വരുത്തിയിട്ട് സെക്കൻഡ് അലോട്ട്മെൻറ്റിന് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യാവുന്നതാണ്. അപ്പം ഫസ്റ്റ് അലോട്ട്മെൻറ്റിൽ നമ്മൾ ഏതെങ്കിലും കോളേജിൽ, നമുക്ക് ഇഷ്ടമുള്ള കോളേജ് ആയിക്കോട്ടെ, ഇഷ്ടമല്ലാത്ത കോളേജ് ആണെങ്കിലും ഫസ്റ്റ് അലോട്ട്മെൻറ്റിൽ ഏതെങ്കിലും കോളേജിൽ നിങ്ങൾക്ക് അലോട്ട്മെൻറ്റ് ലഭിക്കുകയാണെങ്കിൽ നിർബന്ധമായിട്ടും ഫീസ് അടയ്ക്കേണ്ടതാണ്. ഫീസ് അടച്ചിട്ട് നമുക്ക് സെക്കൻഡ് അലോട്ട്മെൻറ്റിന് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യാം. ഇഷ്ടമുള്ളതാണെങ്കിലും ഇഷ്ടമില്ലാത്ത കോളേജ് ആണെങ്കിലും നിർബന്ധമായും ഫീസ് അടയ്ക്കുക. നിങ്ങൾ ഫീസ് അടച്ചില്ല എങ്കിൽ നിങ്ങളെ സെക്കൻഡ് അലോട്ട്മെൻറ്റിലേക്കും തേർഡ് അലോട്ട്മെൻറ്റിലേക്കും പരിഗണിക്കുന്നതല്ല. നിങ്ങൾക്ക് സെക്കൻഡിലും തേർഡിലും ഒന്നും പിന്നെ അലോട്ട്മെൻറ്റേ ലഭിക്കുകയില്ല. ഈ കോളേജ്, അതായത് നമ്മൾ നിലവിൽ കിട്ടിയ ആ ഒരു അലോട്ട്മെൻറ്റും ക്യാൻസലായി പോകും. സെക്കൻഡ് തേർഡ് അലോട്ട്മെൻറ്റിലേക്ക് നമ്മളെ പരിഗണിക്കുകയും ചെയ്യുന്നതല്ല. പിന്നെ നമ്മൾ സപ്ലിമെൻ്ററി അലോട്ട്മെൻറ്റ് വരെയൊക്കെ വെയിറ്റ് ചെയ്യേണ്ടതായിട്ട് വരും. അപ്പോൾ നിങ്ങൾ ഇഷ്ടപ്പെട്ട കോളേജിൽ സീറ്റ് ഫില്ലായി പോയിട്ടുണ്ടെങ്കിൽ പിന്നെ നിങ്ങൾക്ക് അവിടെ ജോയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് സാധിക്കില്ല. അതുകൊണ്ട് തന്നെ ഫസ്റ്റ് അലോട്ട്മെൻറ്റ് വരുമ്പോൾ നിർബന്ധമായും ജനറൽ കാൻഡിഡേറ്റ്സ് 1850 രൂപയും SC ST കാൻഡിഡേറ്റ്സ് 930 രൂപയും ഓൺലൈനായിട്ട് തന്നെ പേ ചെയ്യേണ്ടതാണ്. പേ ചെയ്ത് ആ ഒരു റെസീപ്റ്റ് നിങ്ങൾ പ്രിൻ്റ് ഔട്ട് എടുത്ത് വെക്കുക. കാരണം നമ്മൾ ഈ ഒരു ഫീസ് അടച്ചതിൻ്റെ റെസീപ്റ്റും അതുപോലെ തന്നെ ആദ്യമേ നമ്മൾ രജിസ്റ്റർ ചെയ്തപ്പോൾ ഒരു എമൗണ്ട് അടച്ചിട്ടുണ്ടായിരുന്നു, ആ ഒരു എമൗണ്ട് അടച്ച്, അങ്ങനെ 2 ഫീസിൻ്റെ റെസീപ്റ്റും നമ്മൾ അഡ്മിഷൻ സമയത്ത് സബ്മിറ്റ് ചെയ്യേണ്ടതായിട്ടുണ്ട്. അപ്പം 13-ാം തീയതി 6 മണിക്ക് മുൻപ് തന്നെ ഫസ്റ്റ് അലോട്ട്മെൻറ്റ് പബ്ലിഷ് ചെയ്യുന്നതാണ്. 13, 14, 15, 16, 17 തീയതി, അതായത് 17-ാം തീയതിക്ക് മുൻപ് തന്നെ നിങ്ങൾ ഈ ഒരു അലോട്ട്മെൻറ്റ് ഫീസായിട്ടുള്ള ഈ ഒരു എമൗണ്ട് അടയ്ക്കുക. 18-ാം തീയതിയാണ് സെക്കൻഡ് അലോട്ട്മെൻറ്റ് പബ്ലിഷ് ചെയ്യുന്നത്. അതിനുശേഷം 19-ാം തീയതി മുതൽ 22-ാം തീയതി വരെയാണ് കോളേജിൽ ജോയിൻ ചെയ്യാൻ അവസരമുണ്ടായിരിക്കുന്നത്. അപ്പം നിങ്ങൾക്ക് സെക്കൻഡ് അലോട്ട്മെൻറ്റിൽ ലഭിച്ച കോളേജിൽ നിങ്ങൾ സാറ്റിസ്ഫൈഡ് അല്ല എങ്കിൽ നിങ്ങൾക്ക് ടെമ്പററി ആയിട്ട് അഡ്മിഷൻ എടുക്കാനൊക്കെയുള്ള സൗകര്യങ്ങൾ യൂണിവേഴ്സിറ്റി പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ നിലവിൽ ഏതെങ്കിലും കോളേജിൽ അലോട്ട്മെൻറ്റ് ലഭിക്കുകയാണെങ്കിൽ നിർബന്ധമായിട്ടും ഫീസ് അടയ്ക്കുക. അല്ലെങ്കിൽ സെക്കൻഡ് അലോട്ട്മെൻറ്റിലേക്ക് നിങ്ങൾക്ക് ഒരു കോളേജും ലഭിക്കുന്നതല്ല. നിങ്ങൾ സാറ്റിസ്ഫൈഡ് അല്ല എങ്കിൽ പോലും നിങ്ങൾ ഫീസ് അടയ്ക്കുക. സെക്കൻഡ് അലോട്ട്മെൻറ്റിൽ ചേഞ്ചസ് ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. സെക്കൻഡ് അലോട്ട്മെൻറ്റിലും നിങ്ങൾക്ക് സാറ്റിസ്ഫൈഡ് ആയിട്ടുള്ള കോളേജിൽ കിട്ടിയില്ല എങ്കിൽ ടെമ്പററി ആയിട്ട് അഡ്മിഷൻ എടുത്തിട്ട് തേർഡ് അലോട്ട്മെൻറ്റിലേക്കും സപ്ലിമെൻ്ററി അലോട്ട്മെൻറ്റിലേക്കൊക്കെ നിങ്ങൾക്ക് വെയിറ്റ് ചെയ്യാനുള്ള അവസരം യൂണിവേഴ്സിറ്റി പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് അലോട്ട്മെൻറ്റ് ലഭിക്കുന്ന വിദ്യാർത്ഥികൾ നിർബന്ധമായിട്ടും ഈ ഒരു ഫീസ് അടയ്ക്കുക. ഫീസ് അടച്ചാൽ മാത്രമാണ് നമുക്ക് കോളേജിൽ ജോയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റുന്നത്. അഡ്മിഷൻ സംബന്ധമായി എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ വീഡിയോയുടെ താഴെ കമൻറ്റ് ചെയ്യുക. നിലവിൽ ജൂലൈ 1-ാം തീയതി ക്ലാസ് സ്റ്റാർട്ട് ചെയ്യുമെന്നാണ് പറഞ്ഞിട്ടുള്ളത്. തേർഡ് അലോട്ട്മെൻറ്റും കൂടെ വന്നതിന് ശേഷം ഈ ആദ്യത്തെ 3 അലോട്ട്മെൻറ്റിൽ അഡ്മിഷൻ ലഭിച്ചിട്ടുള്ള വിദ്യാർത്ഥികളും മറ്റ് മാനേജ്മെൻറ്റ് വിദ്യാർത്ഥികളും ഒക്കെ കൂടെ ചേർന്ന് ജൂലൈ 1-ാം തീയതി ക്ലാസ് സ്റ്റാർട്ട് ചെയ്യുമെന്നാണ് യൂണിവേഴ്സിറ്റി നിലവിൽ അറിയിച്ചിട്ടുള്ളത്. അപ്പോൾ നിലവിൽ നിങ്ങൾ ഫസ്റ്റ് അലോട്ട്മെൻറ്റ് വന്നതിന് ശേഷം കോളേജിലേക്ക് പോകേണ്ട ആവശ്യമില്ല. ഓൺലൈനായിട്ട് ഫീസ് അടച്ചിട്ട് അടുത്ത അലോട്ട്മെൻറ്റിന് വേണ്ടി വെയിറ്റ് ചെയ്താൽ മതിയാകും. അപ്പം എന്തെങ്കിലും തരത്തിലുള്ള ഡൗട്ട് ഉണ്ടെങ്കിൽ താഴെ കമൻറ്റ് ചെയ്യുക.